കാഴ്ച മഹോത്സവം പൊടിപൂരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ യാത്ര നമ്മുടെ കണ്ണൂരിലെ പോലീസ് മൈതാനിലെ കാഴ്ച മഹോത്സവത്തിലേക്കാകാന്ന്. അപ്പൊ വാ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. കാഴ്ച മഹോത്സവത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്ത വയലിനായാലും ഒരു വീടായാലും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. എന്തായാലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അകത്തേക്കാണുള്ളത്, അവിടേക്ക് പോവാം. തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, വയലിന്, അതുപോലെ തന്നെ ഹാർട്ടിന്റെ ഷേപ്പ് ഉള്ളത്, പിന്നെ ആ ഒരു തീവണ്ടി, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അകത്ത് നമ്മുടെ ഒരു കാനന യാത്ര എന്ന് തന്നെ പറയാം. കാരണം ഒരു വയനാട്ടിന്റെ ഫീലാണ് ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു ശബ്ദം കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കാണാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് പോകാം. കാട്ടിൽ എത്രയധികം ജീവജാലങ്ങളുണ്ടാവും നമുക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. കാരണം അത്രയധികം ജീവജാലങ്ങളുണ്ടാവും. അതുപോലെയാണ് നമ്മുടെ കണ്ണൂർ കാഴ്ച മഹോത്സവത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അതിപ്പം ആനയാണെങ്കിലും കടുവയാണെങ്കിലും ഒട്ടകമാണെങ്കിലും അങ്ങനെ ഓരോ ജീവജാലങ്ങളെയും ഇവിടെ വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊക്കെ നിർമ്മിച്ച കലാകാരന്മാരെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കുക വേണം. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. ഒന്നാണ് സിംഹം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല ജീവനുള്ള സിംഹത്തെ. എന്നാൽ കാഴ്ച മഹോത്സവത്തിലേക്ക് എത്തിയ സമയത്ത് ആ ഒരു സിംഹത്തെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒരു ജീവനുള്ള ഒരു സിംഹം ഇവിടെ വന്ന് നിൽക്കുന്നത് പോലെയാണ്, ആ ഒരു ഫീലാണ് കിട്ടിയിരിക്കുന്നത്. കൂടാതെ സിംഹം മാത്രം നമുക്ക് പറയാൻ കഴിയില്ല, ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങളായാലും ഓരോ ശില്പങ്ങളായാലും ആ ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിലേക്ക് പോയ ഒരു ഫീല് തന്നെയാണ് കിട്ടുന്നത്. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ കാഴ്ചകളിലേക്ക് കടക്കാം. കുടുംബം, അതുപോലെ തന്നെ അവരുടെ വീട്, ചുറ്റുപാട് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ വയനാടിന്റെ
ഉൾപ്രദേശത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാട് അല്ലെങ്കിൽ ഉൾനാടിലൊക്കെ പോകേണ്ടി വരും. എന്നാൽ കാഴ്ച മഹോത്സവത്തിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ഈ ഒരു ആദിവാസി കുടുംബങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ വസ്ത്രധാരണം, അവരുടെ വീട് ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിപ്പോ മൂപ്പനായാലും അല്ലെങ്കിൽ ആ ഒരു സാധാരണ കുടുംബമായാലും അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണയായാലും ഒക്കെ കാണാൻ പറ്റും. എന്തായാലും ഒരു അടിപൊളി ഫീല് തന്നെയാണ്.